അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെയുണ്ട് മുഹബ്ബീങ്ങളെ, സുഖം തന്നെയല്ലേ? എല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധ റമളാന്റെ 16ാമത്തെ നോമ്പിലാണ് ഇന്ന് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മുടെ ഇബാദത്തും ദിക്റുകളും സ്വലാത്തുകളും നോമ്പും എല്ലാം അവൻ സ്വീകരിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കിക്കൊണ്ട് അവൻ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ പറയുന്ന ഒരു വിഷയമുണ്ട്. നമസ്കാരക്കാർക്കാണ് ഏറ്റവും വലിയ നാശം, അവർക്കാണ് നരകം എന്ന്. അത്തരത്തിലുള്ള നമസ്കാരക്കാരാവാതിരിക്കാൻ നാം എല്ലാവരും അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ഇബാദത്തിൻ്റെ സത്ത, ഇബാദത്തിൻ്റെ പൂർത്തീകരണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം. നമ്മുടെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടപ്പെടാൻ അർഹതപ്പെട്ടതാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടുവരാതെ, മുത്ത് റസൂലുള്ളാഹിനെ കൽബിലില്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിലില്ലാതെ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നോൽമ്പും ഒന്നും തന്നെ പൂർത്തിയാവുകയില്ല. ആയതുകൊണ്ട് അതിനാണ് നമ്മൾ മെനക്കെടേണ്ടത്. അള്ളാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടുവരാതെ ദിക്റുകൾ കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടും അദ്കാറുകളെ കൊണ്ടും അതാ നമ്മൾ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ സൃഷ്ടാവാണ് അള്ളാഹു. അവൻ എത്ര പരിശുദ്ധൻ, നമ്മൾ എത്ര പാപികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്ത് അവന് ഇഷ്ടമുള്ള, അവന് പൊരുത്തപ്പെടുന്ന ഇബാദത്ത് എടുക്കാൻ നാം എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാണ് നമ്മൾ അള്ളാഹുവിനെ കൊണ്ടുവരികയും മുത്ത് റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും, മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കാണ്ട് നമ്മൾക്ക് അള്ളാഹുവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹിനെ മനസ്സിലാക്കി മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ഇബാദത്തിനെ നമ്മൾ കറക്റ്റാക്കി, ക്ലിയറാക്കി, ശുദ്ധമാക്കി, വളരെ ശുദ്ധിയാക്കി, ഹൃദയത്തിനെ ശുദ്ധിയാക്കി, അള്ളാഹുവിനെ കുടിയിരുത്തി അതിലേക്ക് നമ്മുടെ ഇബാദത്തിനെ നടത്തി റൂഹിനെ ശുദ്ധിയാക്കാൻ നമ്മൾ ഓരോരുത്തരും പരസ്പരം മെനക്കെടേണ്ടതുണ്ട് എന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.